ഖുർആനിൽ ആലു ഇമ്രാൻ എന്ന സൂറത്തിൽ ക്രിസ്ത്യാനികളുമായിട്ടും യഹൂദരുമായിട്ടും മുഹമ്മദ് അവരുടെ വിശ്വാസം സംബന്ധിച്ച് തർക്കിക്കുന്ന രംഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തർക്കത്തിൻ്റെ ഒരു വിശദാംശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു ചിന്ത, ഈ തർക്കം നടത്തുന്നത് മുഹമ്മദ് അല്ല, പ്രപഞ്ച സൃഷ്ടാവും സർവജ്ഞാനിയുമായ ദൈവമാണ് എന്നതാണ് ഖുർആനിൽ വിശ്വസിക്കുന്നവരുടെ വിശ്വാസം എന്ന കാര്യമാണ്. മുഹമ്മദിന് അറിയാവുന്ന കുറേ പൊട്ടും പൊടിയും കാര്യങ്ങളും വെച്ചിട്ട് ആ മതക്കാരുമായിട്ട് തർക്കം നടത്തി അതിൽ രണ്ട് കൂട്ടരും അവരവരുടെ പക്ഷത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞു. അതിൽ കുറേ മണ്ടത്തരങ്ങളും കുറേ വിവരക്കേടുകളും ഉണ്ടായി എന്നതൊക്കെ വളരെ സ്വാഭാവികമാണ്, മനുഷ്യർക്കതൊക്കെ സംഭവിക്കാം. പക്ഷെ ഒരു ദൈവം താൻ തന്നെ നേരത്തെ ഉണ്ടാക്കിയ ഒരു മതത്തിന് പിന്നീട് സംഭവിച്ച അപജയത്തെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ ആ മതത്തിൽ സ്പ്ലിറ്റുണ്ടായി, ആ മതത്തിൽ സ്പ്ലിറ്റുണ്ടായി അതിലെ രണ്ട് കഷ്ണങ്ങളും തെറ്റാണെന്ന് പറയാൻ മൂന്നാമതൊരു കഷ്ണം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഈ രണ്ട് കൂട്ടരുമായിട്ട് ഈ ദൈവം തർക്കത്തിൽ ഏർപ്പെടുകയും ആ തർക്കത്തിൽ ദൈവം ഒരു നിലവാരവുമില്ലാത്ത ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പരിഹാസ്യനാവുകയും ചെയ്യുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിനെ പിന്നെ എന്തിനാണ് കൊള്ളുക എന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ ഈസാ നബിയെക്കുറിച്ചും ഈസാ നബിയുടെ കുരിശുമരണത്തെക്കുറിച്ചും അത് സംബന്ധിച്ച് ക്രിസ്ത്യാനികളുടെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് മുഹമ്മദ് അള്ളാഹുവിൻ്റെ വായ ഉപയോഗിച്ചുകൊണ്ട്, മുഹമ്മദ് അള്ളാഹു എന്ന ഫേക്ക് ഐഡി ഉപയോഗിച്ചുകൊണ്ട് തർക്കിച്ച കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച് നിർത്തിയത്. അവിടെ മുഹമ്മദ് കിട്ടിയ പൊട്ടും പൊടിയും വെച്ച് പറഞ്ഞ കഥ തന്നെ പൂർണ്ണ രൂപത്തിലാക്കാൻ വേണ്ടി മുഫസ്സിറുകൾ കിടന്നുരുളുന്നത് വ്യാഖ്യാനങ്ങളിൽ കാണാം. കാരണം മുഹമ്മദ് പറഞ്ഞ കഥയ്ക്ക് ഒരു പൂർണ്ണതയില്ല, കുറേ എല്ലും കഷ്ണങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പെറുക്കി കൂട്ടി കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ്. അതിനെ പിന്നെ ഒരു കോലത്തിലാക്കിയിട്ട് ഇറച്ചിയൊക്കെ പിടിപ്പിച്ച് ഒരു കഥയാക്കി മാറ്റുന്നത് മുഫസ്സിറുകളാണ്. പക്ഷേ ആ കഥയിൽ മുഫസ്സിറുകൾക്ക് ഏകാഭിപ്രായമല്ല ഉള്ളത്. ഓരോ കാര്യത്തെക്കുറിച്ച് 8-10 അഭിപ്രായങ്ങൾ വ്യാഖ്യാതാക്കൾ പറഞ്ഞതായിട്ട് ഈ വ്യാഖ്യാനങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 52-ാമത്തെ വാക്യമായിട്ട് ഞാൻ വായിച്ചതിൽ, അവരിൽ നിന്ന് നിഷേധം ബോധ്യമായപ്പോൾ ഈസാ ചോദിച്ചു, അള്ളാഹുവിങ്കിലേക്ക് എന്നെ സഹായിക്കുവാൻ ആരാണുള്ളത്? അപ്പോൾ ഹവാരികൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാണ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, നിശ്ചയമായും ഞങ്ങൾ അള്ളാഹുവിനെ പൂർണ്ണമായും അനുസരിച്ചവരാണ് എന്ന് അവിടുന്ന് സാക്ഷ്യം വഹിച്ചാലും. ഇവിടെ ക്രിസ്ത്യാനികളുമായിട്ടുള്ള തർക്കത്തിലാണത് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ ഹവാരികൾ എന്ന് ഈ ഖുർആൻ വ്യാഖ്യാനിക്കാൻ വേണ്ടി മെനക്കെട്ട ആളുകൾക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളെക്കുറിച്ച് ഇമാം റാസിയിൽ പറയുന്നത് 4-5 അഭിപ്രായങ്ങളുണ്ടെന്നാണ്. ഹവാരികൾ എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരാണ് എന്നാണ് ഒരഭിപ്രായം. വേറൊരു അഭിപ്രായം ക്രിസ്തുവിന് ശേഷം ക്രിസ്തുമതം വിശ്വസിച്ച രാജാക്കന്മാരാണ് എന്നാണ്. വേറൊരു അഭിപ്രായം ക്രിസ്തുവിൻ്റെ കൂടെ മീൻ പിടിച്ച് നടന്നിരുന്ന മീൻപിടുത്തക്കാരാണെന്ന്. വേറൊരു അഭിപ്രായം ക്രിസ്തുവിൻ്റെ അമ്മയുടെ കൂടെ തുണി തുന്നിക്കൊണ്ട് നടന്നിരുന്ന നെയ്ത്തുകാരാണ്. അപ്പോൾ ആരാണ് ഈ ഹവാരികൾ എന്ന് പോലും ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇങ്ങനെയാണ് ഈ കഥയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും മുഹമ്മദ് എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത്, ഈ കഥയുടെ പൂർണ്ണരൂപം എന്താണ് എന്ന് ആർക്കും ഒരു പിടുത്തം കിട്ടിയില്ല. പിന്നെ പലരും ഇത് ബൈബിളിൽ പോയി തപ്പി നോക്കിയിട്ട്, തൗറാത്തിൽ ഇഞ്ചിയിലൊക്കെ പോയി വായിച്ച് നോക്കിയിട്ടാണ് ഇതിൻ്റെ കഥയ്ക്ക് പൂർണ്ണരൂപം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുമ്പോഴും ഖുർആനിൽ പറഞ്ഞ കഥയും അവിടെ പറയുന്ന കഥയും തമ്മിലുള്ള വൈരുദ്ധ്യം പ്രശ്നമുണ്ടാക്കുകയും ആ വൈരുദ്ധ്യം കാരണം പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഇതിൽ പൊട്ടിമുളക്കുകയും ചെയ്തതായിട്ടൊക്കെ നമുക്ക് കാണാം. ഈ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ഖുർആനിൽ ഈ പരത്തി പറയുന്ന കാര്യങ്ങളൊന്നും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മുഴുവൻ വായിച്ചുകൊണ്ട് വിശദീകരിക്കാൻ ഞാൻ സമയം മെനക്കെടുത്തേണ്ടതില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല നമ്മുടെ ഈ ക്ലാസ്സിൽ എന്നതുകൊണ്ടാണ്. 54-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അവർ ചില നിഗൂഢതന്ത്രങ്ങൾ നടത്തി അള്ളാഹു ഗൂഢതന്ത്രങ്ങൾക്ക് പ്രതിക്രിയ ചെയ്തു, അള്ളാഹു ഗൂഢതന്ത്രം പ്രവർത്തിക്കുന്നവരിൽ ഉത്തമനാകുന്നു. അതായത് പലപ്പോഴും പറയുന്ന മാതിരി അള്ളാഹു മാക്രികളിൽ വെച്ചിട്ട് മരമാക്രിയാണ് എന്നുള്ള അതേ സാധനം തന്നെയാണ്. വ മക്കറു വ മക്കർ അള്ളാഹു വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. മാക്രിങ്ങളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ മരമാക്രി അള്ളാഹു ആണ്. ചതി പ്രയോഗിക്കുന്നവൻ, ഗൂഢതന്ത്രം പ്രയോഗിക്കുന്നവൻ. ഖുർആനിൽ എത്ര സ്ഥലത്താണ് അള്ളാഹുവിനെ ഒരു ഗൂഢതന്ത്രക്കാരനായിട്ടും ഒരു ചതിയനായിട്ടും ഒക്കെ ആവർത്തിക്കുന്നത്. കാരണം മുഹമ്മദിൻ്റെ മനസ്സിൽ അതായിരുന്നു. മുഹമ്മദിന് ഈ ഗൂഢതന്ത്രം ചതി എന്നുള്ളത് മാത്രമായിരുന്നു മനസ്സിൽ. അത് മുഹമ്മദിൻ്റെ ദൈവത്തിൽ
ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിനെതിരായിട്ട് അന്നത്തെ യഹൂദർ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹു മറുതന്ത്രം പ്രയോഗിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. എന്ത് തന്ത്രമാണ് പ്രയോഗിച്ചത്, ആരാണ് പ്രയോഗിച്ചതെന്ന് പോലും ഖുർആനിൽ പറയുന്നില്ല. എന്ത് തന്ത്രമാണ് പ്രയോഗിച്ചതെന്ന് പറയുന്നില്ല. എന്നിട്ട് അള്ളാഹു മറുതന്ത്രം പ്രയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നൽകുന്ന വിശദീകരണം മറ്റു പലയിടത്തും പറഞ്ഞതും ഒക്കെ ആയിട്ട് കൂട്ടിക്കുഴച്ച് നൽകുന്ന വിശദീകരണം അനുസരിച്ച് ക്രിസ്തുവിനെ യഹൂദന്മാർ കുരിശിൽ തറച്ച് കൊല്ലാൻ തീരുമാനിച്ചു. അതറിഞ്ഞപ്പോൾ അള്ളാഹു ക്രിസ്തുവിനോട് പോയിട്ട് പറഞ്ഞു, ഞാനൊരു തന്ത്രം പ്രയോഗിച്ച് എന്നെ രക്ഷപ്പെടുത്തും എന്നൊക്കെ മുൻകൂട്ടി പറഞ്ഞു. എന്നിട്ട് അള്ളാഹു ക്രിസ്തുവിനെ റോക്കറ്റിൽ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയി. ഇവർക്ക് കുരിശിൽ തറക്കാൻ കിട്ടിയിട്ടില്ല എന്നാണ് ഖുർആൻ്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത്. അങ്ങനെ അള്ളാഹു കുരിശിൽ തറക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ആളെ, ക്രിസ്തുവിൻ്റെ അതേ രൂപത്തിലുള്ള വേറൊരാളെ ഏർപ്പാട് ചെയ്തു കൊടുത്തു. എന്നിട്ട് അത് ക്രിസ്തു ആണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. ആ തന്ത്രത്തിൻ്റെ ഇടയിൽ, ആ തത്രപ്പാടിൻ്റെ ഇടയിൽ അള്ളാഹു ക്രിസ്തുവിനെയും കൊണ്ട് ആകാശത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അള്ളാഹു അവിടെ ക്രിസ്തുവിനെ ആകാശത്ത് പാർപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പോലും ഈ പറയുന്നത്. അതാണ് അള്ളാഹു മാക്രികളിൽ വെച്ചിട്ട് വലിയ മാക്രിയാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പ്രയോഗിച്ച മക്കറ അല്ലെങ്കിൽ ഗൂഢതന്ത്രം. അപ്പോൾ ജൂതന്മാർ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ അതിനെക്കാട്ടും വലിയ തന്ത്രം അള്ളാഹ് പ്രയോഗിച്ചിട്ട് മൂപ്പരെ ചതിയിൽ ഇവർക്ക് വേറെ ആളെ കൊടുത്തിട്ട് അള്ളാഹ് മൂപ്പരെയും കൊണ്ടുപോയി എന്ന്. അപ്പോൾ ആ ചതിക്കപ്പെട്ട് കുരിശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ രൂപം ഉണ്ടായി എന്നൊറ്റ കാരണം കൊണ്ട് വേറൊരു മനുഷ്യനെ ബലി കൊടുത്തുകൊണ്ടാണ് അള്ളാഹു ഇയാളെ തന്ത്രം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നത്. അതിൻ്റെ നീതിന്യായം എന്താണെന്നുള്ളതൊന്നും കഥയിൽ ചോദ്യമല്ല. 55-ാം വാക്യം എങ്ങനെയാണ്? അള്ളാഹു പറഞ്ഞ സന്ദർഭം: ഓ ഈസ, നിശ്ചയമായും താങ്കളെ ഞാൻ പിടിക്കുകയും എൻ്റെ അടുക്കലേക്ക് ഉയർത്തുകയും നിഷേധികളിൽ നിന്ന് ദൂരപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. താങ്കളെ പിൻപറ്റിയവരെ നിഷേധിച്ചവരെക്കാൾ ഞാൻ ലോകാവസാനം വരെ മേലെയാക്കുകയും ചെയ്യും. പിന്നീട് നിങ്ങളുടെ മടക്കം എൻ്റെ അടുക്കലേക്ക് തന്നെയാകുന്നു. അപ്പോൾ പരസ്പരം ഭിന്നിച്ച വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ ഞാൻ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. ഈ പറഞ്ഞത് എത്രമാത്രം വിഡ്ഢിത്തങ്ങൾ നിറഞ്ഞതാണ് എന്ന് നോക്കൂ. ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ ലോകാവസാനം വരെ അള്ളാഹു മേലെയാക്കും, മറ്റുള്ളവരെക്കാളും മേലെയാക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ചവരാരാണ്? ക്രിസ്തുവിൽ വിശ്വസിച്ചവർ ക്രിസ്ത്യാനികളാണ്. ആ ക്രിസ്ത്യാനികളെ അള്ളാഹു വേറെ എല്ലാവരെക്കാട്ടിലും മേലെ ഉയർന്ന സ്ഥാനം നൽകി അവരോധിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞത്. ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ടുപോയതിന് ശേഷം പരസ്പരം ഭിന്നിച്ച വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ ഞാൻ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. തീർപ്പ് കൽപ്പിച്ചു വന്നിട്ട് അള്ളാഹു ജൂതമതം ഉണ്ടാക്കി. പിന്നെ ജൂതമതത്തിൽ നിന്ന് വേറൊരു മതമായിട്ട് ക്രിസ്തുമതം വന്നു. ജൂതമതത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. ക്രിസ്തുവിനെ വിശ്വസിക്കാൻ വേറെ കുറച്ച് ആൾക്കാർ വന്നു. അതോടുകൂടി ആ രണ്ട് മതങ്ങളായി മാറി. അവർ തമ്മിലടിച്ച് കോടിക്കണക്കിന് ആളുകൾ പരസ്പരം കഴുത്തുവെട്ടി ചാവാൻ ഈ രണ്ട് മതങ്ങൾ കാരണമായി. അങ്ങനെ ആ രണ്ട് മതങ്ങൾ നിലനിൽക്കെ അള്ളാഹു മൂന്നാമതൊരു മതം കൊണ്ട് പിന്നെയും വരികയാണ്. ഈ മൂന്ന് മതങ്ങളും അള്ളാഹു കൊടുത്തയച്ച മതങ്ങളാണെന്നും അവർ മനുഷ്യന്മാർ തമ്മിൽ ഈ മതങ്ങളുടെ പേരിൽ തന്നെ തമ്മിൽ തെറ്റിയതാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് മൂന്നാമത്തെ മതം കൊണ്ട് ഇയാൾ വരുന്നത്. എന്നിട്ട് ഇവിടെ അവകാശപ്പെടുകയാണ് ഈ മൂന്ന് കൂട്ടരും തമ്മിലുള്ള എല്ലാ തർക്കത്തിലും ഞാൻ തീർപ്പ് കൽപ്പിക്കുന്നു. എപ്പോഴാണ് തീർപ്പ് കൽപ്പിക്കുന്നത്? എവിടെ വെച്ചിട്ടാണ് തീർപ്പ് കൽപ്പിക്കുന്നത്? തീർപ്പ് വല്ലതും ആയോ? അള്ളാഹു ഒരു തീർപ്പും കൽപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ അന്നു മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് മതങ്ങളും ഇതിൽ ജൂതമതം അധിനിവേശങ്ങൾക്കൊന്നും മെനക്കെടാത്തതുകൊണ്ട് അവരവരുടെ കാര്യം നോക്കി നടന്നതുകൊണ്ട് അവർ ആരെയും അങ്ങോട്ട് വലിയ ആക്രമണത്തിനൊന്നും ആദ്യകാലത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. അവർ മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടുകയാണ് ചെയ്തത്. ആദ്യം റോമക്കാരും മറ്റുള്ളവരും ബാബിലോണിയക്കാരും ഒക്കെ വന്നിട്ട് അവരെ ആക്രമിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ക്രിസ്തുമതം വരുന്നതിന് മുമ്പ് തന്നെ റോമക്കാർ അവരെ ആക്രമിച്ചു. പിന്നെ ക്രിസ്തുമതം വന്നതിന് ശേഷം ക്രിസ്തുവിൻ്റെ പേരിലും അവർ ലോകത്താകെ പീഡനവും ആക്രമവും അനുഭവിക്കേണ്ടി വന്നു. അവസാനം ഹിറ്റ്ലർ അവരെ വംശനാശം വരുത്താൻ ശ്രമിച്ചു. അതും കഴിഞ്ഞ് അവരെല്ലാവരും കൂടെ കുറച്ചാൾക്കാർ ഇസ്രായേലിലേക്ക് സയനിസം എന്നും പറഞ്ഞിട്ട് തങ്ങളുടെ വാഗ്ദത്ത ഭൂമി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നു. അവിടെ വന്നപ്പോൾ അറബികളെല്ലാവരും കൂടെ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കി. അതിനുശേഷം അവർക്ക് അവിടെ വിജയം താൽക്കാലികമായിട്ടെങ്കിലും അറബികളെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെയാണ് ചരിത്രം. ഇവിടെ എവിടെയാണ് അള്ളാഹു ഈ മൂന്ന് മതങ്ങളും തമ്മിലുള്ള തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത്, ഭിന്നിപ്പിന് തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത്? ഇനി പരലോകത്താണോ തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നതെങ്കിൽ ഈ അള്ളാഹു എത്ര വലിയ ദുഷ്ടനാണെന്ന് ആലോചിച്ച് നോക്കും. ഒരു മതം മൂപ്പരുണ്ടാക്കിയിട്ട് ആ മതം പിളർന്ന് 2-3 കഷ്ണമായിട്ട് തമ്മിൽ ആശയപരമായിട്ടും വിശ്വാസപരമായിട്ടും തമ്മിലടിക്കുമ്പോൾ അവിടെ തീർപ്പ് കൽപ്പിച്ചു കൊടുക്കേണ്ട ആളല്ലേ ദൈവം? തീർപ്പ് കൽപ്പിച്ചിട്ട് ഇതൊക്കെ ആളുകളുടെ സംശയം തീർത്ത് ബോധ്യപ്പെടുത്തിയിട്ട് ഒരു മതമാക്കി മാറ്റേണ്ടതല്ലേ? അള്ളാഹു ഉണ്ടാക്കിയതാണ് ഈ മതമെങ്കിൽ. അതൊന്നും ചെയ്യാതെ ഇവർ തമ്മിലടിക്കുന്നത് നോക്കിയിരിക്കുകയാണ്.
എന്നിട്ട് ഈ ഇസ്ലാം വന്നതിന് ശേഷം എന്താ ഉണ്ടായത്? അള്ളാഹു തീർപ്പ് കൽപ്പിച്ചോ? ഇസ്ലാം വന്നതിന് ശേഷം ഉണ്ടായ ചരിത്രം എന്താണ്? ഇസ്ലാം കുറേ സ്ഥലത്തേക്ക് വളം കൊണ്ടുപോയിട്ട് അധിനിവേശം നടത്തി യൂറോപ്പിലേക്ക് വരെ കയറാൻ ശ്രമിച്ചു. യൂറോപ്പിലേക്കും അങ്ങ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ വരെ, തുർക്കി വരെ അവർ പിടിച്ചടക്കി. അവരൊരു ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കി. പക്ഷേ പിന്നീട് ക്രിസ്ത്യാനികൾ കുരിശ് യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്പിൽ നിന്ന് അവരെ തുരത്താനുള്ള ശ്രമം നടത്തി. സ്പെയിനിൽ നിന്നൊക്കെ അവരെ പുറത്താക്കി. അങ്ങനെ അവിടെ വെച്ചിട്ട് ഇസ്ലാമിൻ്റെ അധിനിവേശം, ഏറെക്കുറെ സൈനികമായിട്ടുള്ള അധിനിവേശം നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്രിസ്തുമതം ഇവിടെ തകർന്നോ അല്ലെങ്കിൽ ജൂതമതം തകർന്നോ ഇസ്ലാം മതം വളർന്നോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഇന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നീട് ഈ ക്രിസ്തുമതം കുരിശു യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം നൂറ്റാണ്ടുകളോളം ഇവർ തമ്മിൽ നടന്ന യുദ്ധത്തിൽ, ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ നടന്ന യുദ്ധത്തിൽ 2 കോടിയിൽ പരം മനുഷ്യരാണ് ലോകത്ത് മരിച്ചു വീണത്. ആ പ്രദേശങ്ങൾ മുഴുവൻ ചോരപ്പുഴകൾ കൊണ്ട് നിറഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് വല്ല തീർപ്പുമായോ? ഒരു തീർപ്പുമായിട്ടില്ല. ക്രിസ്ത്യാനികളായിട്ടും മുസ്ലിങ്ങളായിട്ടും ജൂതരായിട്ടും ഇപ്പോഴും നിൽക്കുകയാണ്. ഇവർക്ക് തമ്മിലൊരു തീർപ്പ് ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത്രയും നൂറ്റാണ്ടുകൾ യുദ്ധം ചെയ്ത് പരസ്പരം കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നിട്ടും ഒരു തീർപ്പുമായിട്ടില്ല. അവസാനം അള്ളാഹു ജൂതന്മാരുടെ പക്ഷം ചേരുന്ന തമാശയാണ് നമ്മൾ ഇസ്രായേലിൻ്റെ പുതിയ ചരിത്രത്തിന് ശേഷം കാണുന്നത്. കഴിഞ്ഞ ഒരു 100 കൊല്ലത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ ഇസ്രായേലിലേക്ക് കുടിയേറി വന്ന ജൂതന്മാരാണ് ശക്തരായ അറബ് രാജ്യങ്ങളെ അത്ഭുതകരമായിട്ട് തോൽപ്പിച്ചുകൊണ്ട് അവിടെ നിലനിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ആ ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മതങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു ദൈവം പക്ഷം ചേർന്നുകൊണ്ട് തീർപ്പ് കൽപ്പിച്ചതിൻ്റെ എന്തെങ്കിലും ഉദാഹരണമോ തെളിവോ നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ് ഈ ദൈവത്തിൻ്റെ ഉദ്ദേശ്യം? മനുഷ്യരിങ്ങനെ ദൈവത്തിൻ്റെ പേരിൽ തന്നെ മതങ്ങളുണ്ടാക്കിയിട്ട്, ആ മതങ്ങളുടെ പേരിൽ തന്നെ, ദൈവം ഉണ്ടാക്കി കൊടുത്തയച്ച മതങ്ങളുടെ പേരിൽ തന്നെ മനുഷ്യർ കാലാകാലം കഴുത്തുവെട്ടി ചത്തുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടിട്ട് ഒരു തീർപ്പും കൽപ്പിക്കാതെ, ഒരു തീരുമാനം എടുക്കാതെ ആകാശത്തിരുന്ന് ചിരിക്കുകയാണ് ഈ ദൈവം. 56-ാമത്തെ വാക്യം, എന്നാൽ സത്യനിഷേധികളാവട്ടെ ഇഹത്തിലും പരത്തിലും അവരെ ഞാൻ കഠിനമായി ശിക്ഷിക്കും, അവർക്ക് സഹായികൾ ആരും ഉണ്ടായിരിക്കുന്നതല്ല. ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇവരൊക്കെ സത്യനിഷേധികളാണ്. ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാരും ഒക്കെ നിഷേധികളാണ്. കാരണം അവരൊക്കെ കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് പരസ്പരം കഴുത്ത് വെട്ടി ചത്തുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഇഹലോകത്ത് ആർക്കെങ്കിലും ഒരു പ്രത്യേക ശിക്ഷ കിട്ടിയതായിട്ടോ ആർക്കെങ്കിലും ദൈവത്തിൻ്റെ ഒരു സഹായവും രക്ഷയും കിട്ടിയതായിട്ടോ നമുക്ക് നിഷ്പക്ഷമായിട്ട് ചരിത്രത്തെ നോക്കിയാൽ കാണാൻ കഴിയില്ല. ആകെക്കൂടെ അതിൽ എന്തെങ്കിലും ഒരു അത്ഭുതം നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞത് മാത്രമാണ്. 1948 ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം പ്രഖ്യാപിക്കുന്നു. ആ രാജ്യം പ്രഖ്യാപിക്കുന്നത് കുറച്ച് ഒരു സ്വന്തമായ ഒരു സൈന്യം പോലും ഇല്ലാത്ത ഒരു ദുർബലമായിട്ടുള്ള ഒരു രാജ്യമായിട്ടാണ് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നത്. അവരുടെ കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിരുന്ന കുറച്ച് തീവ്രവാദി സംഘടനകൾ മാത്രം ഉണ്ടായിരുന്നു തോക്കും കൊണ്ട്. അവരെയാണ് സൈന്യമായിട്ട് യുദ്ധത്തിന് ഉപയോഗിച്ചത് 1948. ഇസ്രായേൽ പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഈജിപ്തും ജോർദാനും സിറിയയും സൗദി അറേബ്യയും എല്ലാ മുസ്ലിം രാജ്യങ്ങളും കൂടെ വളഞ്ഞിട്ടിട്ട് ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും യുദ്ധം തുടങ്ങുകയും ചെയ്തു. 1 കൊല്ലത്തോളം നീണ്ട യുദ്ധത്തിൽ അവസാനം ഈജിപ്തും ജോർദാനും അറബ് രാജ്യങ്ങളും തോറ്റ് പിന്മാറുന്നതാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നീട് അവർ വീണ്ടും ആയുധങ്ങളൊക്കെ ഒരുക്കുകൂട്ടി, വലിയ സൈനിക സന്നാഹങ്ങളൊക്കെ ഒരുക്കുകൂട്ടിയിട്ട് 1967 വീണ്ടും ഇസ്രായേലിനെ വളഞ്ഞു അടുത്ത യുദ്ധത്തിന് വേണ്ടിയിട്ട്. ആ യുദ്ധത്തിന് വളഞ്ഞ സമയത്ത് ഇസ്രായേൽ വെറും 6 ദിവസം കൊണ്ട് ഈജിപ്ത് മൊത്തം അങ്ങ് പിടിച്ചെടുത്തു. ജോർദാനിൽ നിന്ന് അവരുടെ കൈവശമുണ്ടായിരുന്ന ജെറുസലേം ഉൾപ്പെടുന്ന വെസ്റ്റ് ബാങ്ക് മൊത്തം പിടിച്ചെടുത്തു. സിറിയയിൽ നിന്ന് ഗോലാൻ കുന്നുകളടക്കമുള്ള കുറേ ഭാഗങ്ങൾ പിടിച്ചെടുത്തു. അങ്ങനെ ഇസ്രായേൽ അവിടെ വലിയൊരു രാജ്യമായിട്ട് മാറുകയും 6 ദിവസം കൊണ്ട് ഇസ്രായേൽ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ അറബ് രാജ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഈജിപ്തിൻ്റെ ആയിരക്കണക്കിന് ടാങ്കുകൾ തകർത്ത് കളഞ്ഞു. അവരുടെ യുദ്ധവിമാനങ്ങൾ മുഴുവൻ തകർത്ത് കളഞ്ഞു. 10,000-കണക്കിന് ഈജിപ്ഷ്യൻ സൈന്യമാണ് ദയനീയമായിട്ട് ആ മരുഭൂമിയിൽ ചത്തു വീണത് ഈ 6 ദിവസത്തെ യുദ്ധത്തിൽ. ഇസ്രായേൽ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയോളം പോകുന്ന ഒരു ചെറിയ രാജ്യം, ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയ ഒരു രാജ്യം അത്ഭുതകരമായിട്ട് ഈ 2 യുദ്ധങ്ങളും ജയിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു അത്ഭുത ശക്തിയായിട്ട് മാറുന്നതാണ് നമ്മൾ ചരിത്രത്തിൽ കണ്ടത്. ഇഹലോകത്ത് കഠിനമായി ശിക്ഷിക്കാനും
തീർപ്പ് കൽപ്പിക്കാനും കാത്തിരിക്കുന്ന അള്ളാഹു എന്ത് തീർപ്പാണ് കൽപ്പിച്ചത്? എന്ത് ശിക്ഷയാണ് കൊടുത്തത്? ആർക്കാണ് ശിക്ഷ കൊടുത്തത്? ബൈത്തുൽ മുഖദ്ദിസ് അടക്കം അന്ന് പിടിച്ചെടുത്തതാണ്, ഇതുവരെ തിരിച്ചെടുക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അള്ളാഹു തീർപ്പ് കൽപ്പിച്ചത് ജൂതമതം ശരിയാണ് എന്നും ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയൊക്കെ തെറ്റാണ് എന്നുമാണോ? അള്ളാഹു കഠിനമായി ശിക്ഷിച്ചത് മുസ്ലിങ്ങളെയാണോ അതോ ക്രിസ്ത്യാനികളെയാണോ അതോ ജൂതന്മാരെയാണോ? ഇവിടെ ജൂതന്മാരെ ശിക്ഷിച്ചത് ഹിറ്റ്ലറും കൂട്ടരുമാണ്. ഹിറ്റ്ലറും കൂട്ടരും ശിക്ഷിക്കുന്ന സമയത്ത്, അവർ വംശനാശം വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആ ഹിറ്റ്ലറുടെ പക്ഷം ചേർന്നുകൊണ്ട് മുസ്ലിം സാമ്രാജ്യവും ഉണ്ടായിരുന്നു അല്ലേ? വേൾഡ് വാറിൽ ഈ പറയുന്ന തുർക്കി കേന്ദ്രമാക്കിയിട്ടുള്ള ഇസ്ലാമിക സാമ്രാജ്യം, ഒട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന സാമ്രാജ്യം ജർമ്മനിയുടെ കൂടെയാണ് വേൾഡ് വാറിൽ. ആ വേൾഡ് വാറോട് കൂടി ഇസ്ലാമിക സാമ്രാജ്യം തോൽക്കുകയാണ്. വേൾഡ് വാറിൽ ബ്രിട്ടീഷ് പക്ഷം ജയിക്കുന്നതോടുകൂടി ബ്രിട്ടൻ്റെ കയ്യിലാവുകയാണ് സൗദി അറേബ്യയും ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന രാജ്യങ്ങൾ മുഴുവൻ. സൗദി അറേബ്യ, മക്ക, മദീന അടക്കം എല്ലാ സ്ഥലങ്ങളും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ കീഴിൽ വരികയാണ്. അള്ളാഹു എവിടെയായിരുന്നു? ഇസ്ലാമിക സാമ്രാജ്യം വേൾഡ് വാറിൽ തോൽക്കുമ്പോൾ നിങ്ങളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഈ വീമ്പ് പറയുന്ന അള്ളാഹു എവിടെയായിരുന്നു? അന്ന് തോറ്റ ഒട്ടോമൻ സാമ്രാജ്യത്തിന് പിന്നെ തലപൊക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്ലാമിക ഖിലാഫത്ത് പിന്നെ ലോകത്തുണ്ടായിട്ടില്ല. ആ ഖിലാഫത്ത് മൊത്തം തകർന്ന് തരിപ്പണമാവുകയും ഇസ്ലാമിൻ്റെ ആസ്ഥാനമായ സൗദി അറേബ്യ അടക്കം ബ്രിട്ടീഷ് പക്ഷം പിടിച്ചെടുക്കുകയും അവരുടെ അധികാരത്തിന് കീഴിലാക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവിടെ ഉണ്ടാകുന്നത്. പിന്നീട് ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജയിക്കുകയാണ് ചെയ്യുന്നത്. വേൾഡ് വാറിൽ അള്ളാഹു ഹിറ്റ്ലറും ഒട്ടോമൻ സാമ്രാജ്യവും കൂടെ ചേർന്ന മുസ്ലിം പക്ഷത്തെ തോൽപ്പിക്കുകയും ബ്രിട്ടീഷ് പക്ഷത്തെ ജയിപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ ശിക്ഷ മുസ്ലിങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഇസ്രായേൽ അറബ് രാജ്യങ്ങളുമായി നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിൽ അള്ളാഹു ഇസ്രായേലിൻ്റെ പക്ഷത്ത് ചേർന്ന് മുസ്ലിങ്ങളെ ശിക്ഷിച്ചു. അപ്പോൾ ആരെയാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്? ഈ പറഞ്ഞതനുസരിച്ച് ഇഹലോകത്തും എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇതാ അദാബൻ ഷദീദൻ ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു ശിക്ഷിക്കുമെന്നാണ് ഈ വായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ദുനിയാവിൽ അള്ളാഹു ശിക്ഷിച്ചത് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളെയാണ് എന്ന് കാണാം. അത് കുരിശുയുദ്ധകാലം തൊട്ടായാലും ശരി, വേൾഡ് വാറിൻ്റെ കാലത്തായാലും ശരി, പിന്നീടുള്ള ഇസ്രായേലിൻ്റെ ചരിത്രത്തിലായാലും ശരി, ഇവിടെ എവിടെയും മുസ്ലിങ്ങളെ അള്ളാഹു രക്ഷിക്കുന്നതല്ല ശിക്ഷിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നെ എവിടെയാണ് അള്ളാഹു ഞാനിതിലൊക്കെ തീർപ്പ് കൽപ്പിക്കും എന്നും ഞാൻ ഇവരെയൊക്കെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ ഈ സത്യനിഷേധികൾ ആരാണ്? ഈ ഖുർആൻ അനുസരിച്ച് തന്നെ സത്യനിഷേധികളുടെ കൂട്ടത്തിൽ ഇവരെല്ലാവരും ഉണ്ട് എന്ന് വിചാരിക്കാം. അതല്ല, എന്തെങ്കിലും അത്ഭുതം ലോകത്ത് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഈ പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള അത്ഭുതങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനിയും വരാൻ പോകുന്ന അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ ഞാൻ അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് പറയാം. 57-ാമത്തെ വാക്യം, വിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാകട്ടെ അവരുടെ പ്രതിഫലങ്ങൾ അവൻ അവർക്ക് പൂർത്തിയാക്കി കൊടുക്കും. അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുന്നതല്ല. അള്ളാഹു അക്രമികളെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ചരിത്രത്തിലൊക്കെ നമ്മൾ മനസ്സിലാവുന്നത്. എന്തായാലും ഹിറ്റ്ലറുടെ കാര്യത്തിൽ അള്ളാഹു അക്രമിയുടെ കൂടെയായിരുന്നു കുറേ കാലം. 60 ലക്ഷത്തോളം ജൂതന്മാരെ കൊല്ലാൻ അള്ളാഹു ഹിറ്റ്ലറെ സഹായിച്ചു. പിന്നീട് വേൾഡ് വാർ വന്നപ്പോൾ അള്ളാഹു കാലുമാറി ഇപ്പുറത്ത് ചേർന്ന് മുസ്ലിങ്ങൾ തോൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേലിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ആരാണ് അക്രമം നടത്തുന്നത്? ഇന്നിപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ അക്രമം നടത്തുന്നത് ഇസ്രായേലാണെന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. പക്ഷേ അള്ളാഹ് സഹായിക്കുന്നത് ഇസ്രായേലിനെയാണ്. നിരപരാധികളായ കുട്ടികളടക്കം 10,000-ങ്ങളാണ് അവിടെ പലസ്തീനിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു തീർപ്പ് കൽപ്പിക്കാനിരിക്കുന്ന അള്ളാഹു, ഇഹലോകത്ത് ശിക്ഷിക്കാനിരിക്കുന്ന അള്ളാഹു ഒരു ചുക്കും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇനിയിപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, മുശ്രിക്കുകൾ ഭരിക്കുന്ന രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ അവിടെ അത് തന്നെയാണ്. മുശ്രിക്കുകൾ മുസ്ലിങ്ങളുടെ പള്ളി പൊളിച്ച് അമ്പലം പണിയുമ്പോഴും അള്ളാഹു ആരെയും സഹായിക്കുന്നുമില്ല, രക്ഷിക്കുന്നുമില്ല, ഒരു തീർപ്പും കൽപ്പിക്കുന്നുമില്ല. 58, ഇത് താങ്കൾക്ക് നാം വിവരിച്ച് പറഞ്ഞു തരുന്നു. അള്ളാഹുവിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതും തത്വസമ്പൂർണമായ ഉത്ബോധനങ്ങൾ അടങ്ങിയതുമാണിത്. ഇതൊക്കെ ഞാൻ നിനക്ക് ഓതിത്തരുകയാണ് എന്ന് മുഹമ്മദിൻ്റെ തൊള്ള കൊണ്ട് അള്ളാഹുവിൻ്റെ പേരിലിങ്ങനെ പറയുകയാണ്. കാരണം ഇതിൻ്റെയൊക്കെ സന്ദർഭം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളും ജൂതന്മാരും മുഹമ്മദിനിട്ട് നല്ല പണി കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. പണി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർ വാളും കൊണ്ടുവന്നിട്ട് ആക്രമിച്ചു എന്നല്ല. അവർ മുഹമ്മദ് പറഞ്ഞ ഈ ആശയപരമായിട്ടുള്ള മണ്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും ഇതിനകത്ത് തന്നെ മുഹമ്മദ് നേരത്തെ പറഞ്ഞു പോയിട്ടുള്ള വഷളത്തരങ്ങളും എല്ലാം എടുത്തുദ്ധരിച്ചുകൊണ്ട് മുഹമ്മദിനെ ആശയപരമായി മുട്ടുകുത്തിച്ച്, ആ മുട്ടുകുത്തിച്ചപ്പോൾ അതിന് സാക്ഷികളായി നിന്ന മുഹമ്മദിൻ്റെ അനുയായികളെ എങ്ങനെയെങ്കിലും കൂടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് മുഹമ്മദ് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നതാണ് നമ്മളിവിടെ ഈ കാണുന്നത്. നിശ്ചയമായും അള്ളാഹുവിൻ്റെ പക്കൽ
ഈസായുടെ സ്ഥിതി ആദം നബിയുടെ സ്ഥിതി പോലെയാകുന്നു. അദ്ദേഹത്തെ അവൻ മണ്ണുകൊണ്ട് സൃഷ്ടിക്കുകയും എന്നിട്ട് ഉണ്ടാവുക എന്ന് കൽപ്പിക്കുകയും ചെയ്തു. അപ്പോഴതാ അദ്ദേഹം ഉണ്ടാകുന്നു. ഇതിൻ്റെ സന്ദർഭം വാഹിദിയിലൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. വാഹിദിയിലല്ല, എല്ലാ തഫ്സീറുകളിലും കൊടുത്തിട്ടുണ്ട്. നജറാനിലെ ക്രിസ്ത്യാനികൾ വന്നിട്ട് മുഹമ്മദിനോട് തർക്കിച്ചതാണ് സന്ദർഭം. നജറാനിലെ ക്രിസ്ത്യാനികൾ നേരത്തെ മുഹമ്മദ് അവതരിപ്പിച്ച ഖുർആൻ വാക്യങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് കന്യാമറിയമിൻ്റെ ഫർജിൽ അള്ളാഹു റൂഹ് ഊതിക്കേറ്റിട്ടാണ് ക്രിസ്തു ജനിച്ചത് എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ പിതാവ് അള്ളാഹു ആണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നവർ ചോദിച്ചു. പരിശുദ്ധാത്മാവിനെ കൊണ്ട് ക്രിസ്തുവിനെ പിൻബലം നൽകി എന്ന ഖുർആൻ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് എന്താണ് എന്ന് അവർ മുഹമ്മദിനോട് ചോദിച്ചു. അപ്പോൾ പിതാവും ഇവിടെ ഉണ്ട്, പരിശുദ്ധാത്മാവും ഇവിടെ ഉണ്ട്, പിന്നെ ക്രിസ്തു അവിടെ ഉണ്ട്, ഞങ്ങൾ പറയുന്ന തൃത്വം ഇത് തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് വെള്ളം കുടിച്ചു, ഉത്തരം മുട്ടി. അങ്ങനെ അവർ പോയതിന് ശേഷം, അതല്ലെങ്കിൽ അവർ ഈ ചോദ്യം ചോദിച്ച ശേഷം ആരാണ് ക്രിസ്തുവിൻ്റെ വാപ്പ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദിന് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടോ കുറേ ദിവസം കഴിഞ്ഞിട്ടോ എന്നറിയില്ല, മുഹമ്മദ് ആലോചിച്ചുണ്ടാക്കിയ ഒരു ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ ഈ വായിച്ചത്. ക്രിസ്തുവിൻ്റെ പിതാവ് ആരാണ് എന്നാണ് അവർ ചോദിച്ചത്. മനുഷ്യ പിതാവില്ലാതെ ഒരു സ്ത്രീ ദൈവത്തിൻ്റെ റൂഹ് ഊതിക്കയറ്റിയതിൻ്റെ ഫലമായിട്ട് ഗർഭം ധരിക്കുകയും കുട്ടി ജനിക്കുകയും ചെയ്താൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ആ കുട്ടിയുടെ പിതാവിൻ്റെ സ്ഥാനത്ത് വരുന്നത് ദൈവമാണ്. അള്ളാഹുവിൻ്റെ റൂഹ് ഊതിക്കയറ്റിയിട്ടാണ് കന്യാമറിയം ഗർഭം ധരിച്ചതെങ്കിൽ ആ ഗർഭത്തിൻ്റെ ഉത്തരവാദി അള്ളാഹു ആണെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ പിതാവ് അള്ളാഹു അല്ലാതെ ആരാണ് എന്നാണ് അവർ ചോദിച്ചത്. അതിന് മുഹമ്മദ് കുറേ നേരം ആലോചിച്ചിട്ട് കണ്ടെത്തിയ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. നിശ്ചയമായും അള്ളാഹുവിൻ്റെ പക്കൽ ഈസായുടെ സ്ഥിതി ആദം നബിയുടെ സ്ഥിതി പോലെയാകുന്നു. അദ്ദേഹത്തെ അവൻ മണ്ണുകൊണ്ട് സൃഷ്ടിക്കുകയും എന്നിട്ട് ഉണ്ടാവുക എന്ന് കൽപ്പിക്കുകയും ചെയ്തു. അപ്പോഴതാ അദ്ദേഹം ഉണ്ടാകുന്നു. ഇത് രണ്ടും ഒരുപോലെ പറയാൻ പറ്റില്ല. ഇത് സ്ട്രോമാൻ ഫാലസിയാണ്. കാരണം മനുഷ്യരെന്ന് പറയുന്ന ജീവികളില്ലാത്ത കാലത്ത് മനുഷ്യരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അള്ളാഹു കളിമണ്ണ് കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കി മനുഷ്യൻ്റെ കോലം ഉണ്ടാക്കിയിട്ട് അതിന് ജീവൻ വെപ്പിച്ചതാണ് ആദം. ആ ആദമിനെ നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ട്, ആദ്യത്തെ സൃഷ്ടിയായിട്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ പുത്രനായിട്ട് പറയുന്നില്ല. കാരണം പുത്രൻ എന്ന് പറയുന്നത് പിന്നീട് മനുഷ്യർ ആണും പെണ്ണും ഇണചേർന്ന് മക്കളുണ്ടാവാൻ തുടങ്ങിയതിന് ശേഷമാണ് പുത്രൻ പിതാവ് മാതാവ് എന്നുള്ള സങ്കല്പം വരുന്നത്. അങ്ങനെ ആദമിന് ഒരു ഇണയെ നിശ്ചയിച്ചു കൊടുത്ത് ഒരു പെണ്ണിനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടുന്ന് കേട്ട് പിന്നെ മനുഷ്യരാശി ഉണ്ടാവുന്നത് ഈ ആണും പെണ്ണും ഇണ ചേർന്നിട്ട് ഉണ്ടാവുന്ന പ്രത്യുൽപാദനത്തിലൂടെയാണ്. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പിന്നെ പോയിട്ട് ഒരു പെണ്ണിൻ്റെ ഗർഭത്തിൽ റൂഹ് ഊതിക്കയറ്റാൻ പോയാൽ കഴിഞ്ഞാൽ പിന്നെ അവിടെ പിതാവ് ആരാണ് എന്ന ചോദ്യത്തിന് പ്രസക്തി വരുന്നു. ഇവിടെ പിതാവ് ആരാന്നുള്ള ചോദ്യത്തിനേ പ്രസക്തിയില്ല. അതുകൊണ്ടാണിത് സ്ട്രോമാൻ ഫാലസി എന്ന് പറഞ്ഞത്. ഇവിടെ ആദമിനെ, ആദ്യത്തെ മനുഷ്യനെ മണ്ണുകൊണ്ട് ദൈവം സൃഷ്ടിക്കുന്നതാണ്. അതുപോലെയാണ് ക്രിസ്തു എന്നെങ്ങനെ പറയാൻ പറ്റുക? അതുപോലെ അല്ലല്ലോ ക്രിസ്തു. കളിമണ്ണിൽ ഊതിയതുപോലെ അല്ലല്ലോ. ഇവിടെ ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭത്തിലേക്കാണ് ഊതുന്നത്. മനുഷ്യ സ്ത്രീയുടെ ഗർഭത്തിലേക്ക് ഊതി കയറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അമ്മയുണ്ട്. അമ്മ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും ഉണ്ടാവണം. അച്ഛനില്ലാതെയാണ് ഉണ്ടായതെങ്കിൽ അത് ആദമിനെ ഉണ്ടാക്കിയതുപോലെയാണ് എന്ന് മുട്ടുന്യായം പറഞ്ഞാൽ അത് വെറും സ്ട്രോമാൻ ആവുകയുള്ളൂ. ഇത് രണ്ടും ഒരുപോലെയല്ല. ഇവിടെ ഗർഭത്തിന് ഉത്തരവാദി അള്ളാഹു തന്നെയാണ്. ആ അള്ളാഹുവിനെ ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ പിതാവായിട്ട്, ക്രിസ്തുവിൻ്റെ പിതാവായിട്ട് കാണുന്നുവെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പോലും അതിൽ തെറ്റില്ല. ഇവിടെ മുഹമ്മദ് ഒരു മുട്ടുന്യായം കണ്ടുപിടിക്കുകയാണ്. ആരാണ് ബാപ്പ എന്ന് ചോദിച്ചതിന് അത് ആദം നബീനെ അങ്ങനെയല്ല ഉണ്ടാക്കിയത്, അതുപോലെ ഉണ്ടാക്കിയതാണ് എന്ന് കണക്കാക്കിയാൽ മതി. അപ്പോഴും ബാപ്പയാവില്ല. എന്തിനാണ് ഈ അള്ളാഹു ഇങ്ങനെ ഈ പിതൃസ്ഥാനം നിരസിക്കുന്ന ഒരു പകൽമാന്യനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുന്നത്? അങ്ങനെയാണ് പിന്നെ അള്ളാഹു ആദ്യം തന്നെ ഈ മനുഷ്യ സ്ത്രീകളുടെ ഫർജിലൊക്കെ ഊതാൻ പോകേണ്ടിയിരുന്നു. അവിടെ മുഹമ്മദിന് പറ്റിയ അബദ്ധമാണത്. കാരണം മുഹമ്മദ് ക്രിസ്ത്യാനികളെയൊക്കെ തൻ്റെ കൂടെ കിട്ടുമെന്ന് ആദ്യം പ്രതീക്ഷിച്ചിരുന്നു. ജൂതന്മാരെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് അവരുടെ കഥയെല്ലാം പെറുക്കിക്കൂട്ടി ഇതിനകത്ത് മുഹമ്മദ് അവതരിപ്പിച്ചതാണ്. പക്ഷേ പ്രതീക്ഷ അസ്തമിക്കുകയും ഇവരൊക്കെ ചോദ്യം ചെയ്ത് വെള്ളം കുടിപ്പിക്കുകയും ഇവരൊരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പാവുകയും ചെയ്തതോടുകൂടി അവരുടെ വിശ്വാസങ്ങളെയൊക്കെ മുഹമ്മദ് പരിഹസിക്കാനും തള്ളിക്കളയാനും തുടങ്ങി. അവിടെയാണ് വൈരുദ്ധ്യം വന്നത്. അവിടെ ആദ്യം പറഞ്ഞത് തന്നെ മുഹമ്മദിന് പാരയായി മാറി. ആ പാര എടുത്തിട്ടാണ് ക്രിസ്ത്യാനികൾ മുഹമ്മദിനെ വെള്ളം കുടിപ്പിച്ചത്. അവിടെ മുഹമ്മദ് ഇതുപോലുള്ള മുട്ടുന്യായങ്ങൾ പറഞ്ഞ് സ്ട്രോമാൻ ഫാലസിയെ ഇറക്കിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. 60
താങ്കളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യമാകുന്നു, അതുകൊണ്ട് സംശയിക്കുന്നവരിൽ താങ്കൾ പെട്ടുപോകരുത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് പറഞ്ഞതുകൊണ്ട് ഇവിടെ ബ്രാക്കറ്റിൽ ഈസാ നബിയെക്കുറിച്ച് പറഞ്ഞതെല്ലാം എന്ന് എഴുതി ചേർത്തിട്ടുണ്ട് വ്യാഖ്യാതാക്കൾ. അപ്പോൾ ഈസാ നബിയെക്കുറിച്ച് പറഞ്ഞതെല്ലാം താങ്കളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യമാണ്, അതുകൊണ്ട് താങ്കൾ സംശയിക്കുന്നവരിൽ പെട്ടുപോകരുത് എന്ന്. അപ്പോൾ താങ്കൾ സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്ന് അള്ളാഹു പറയണമെങ്കിൽ അവിടെ നല്ല പണി കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സംശയം മൂപ്പർക്ക് തന്നെ ഉണ്ടായി എന്ന് മാത്രമല്ല, മൂപ്പരുടെ കൂടെ ഉണ്ടായിരുന്നവർ മുഴുവൻ സംശയാലുക്കളായി, ആകെ ആശയക്കുഴപ്പത്തിലായി. ഈ നജറാനിലെ ക്രിസ്ത്യാനികൾ വന്നിട്ട് ആരാണ് ഈസാ നബീൻ്റെ ബാപ്പ എന്ന് ചോദിച്ചതോടുകൂടി മുഹമ്മദിൻ്റെ അനുയായികളും ആശയക്കുഴപ്പത്തിലായി, സംശയത്തിലായി. ആ സംശയത്തിന് മുഹമ്മദ് കണ്ടെത്തിയ മുട്ടുന്യായമാണ് ആദം നബീൻ്റെ കഥയും പറഞ്ഞിട്ട് അങ്ങനെയാണ് യേശു ജനിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ടും സംശയം തീർന്നില്ല. അപ്പോൾ ഇതൊക്കെ അള്ളാഹു തന്നെ പറഞ്ഞു തരുന്നതാണ്, അതുകൊണ്ട് ഇജ്ജ് സംശയത്തിലാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അനുയായികളെ വിഡ്ഢികളാക്കാനുള്ള ശ്രമമാണ് ഇവിടെ മുഹമ്മദ് നടത്തുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഒരു ദൈവം മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ലോകാവസാനം വരേക്കുള്ള ഒരു വേദഗ്രന്ഥത്തിൽ ഈ ജാതി ബാലിശമായിട്ടുള്ള വിവരക്കേടുകളും വകതിരിവില്ലാത്ത തർക്കങ്ങളുമായിട്ട് ഒരു അള്ളാഹു നാണം കെടാൻ വരുമോ? ഒരു ദൈവം നാണം കെടാൻ വരുമോ? ഈ തർക്കം മൊത്തം ഒന്ന് വായിച്ചു നോക്കുക, അതിൻ്റെ നിലവാരം എന്താണെന്നുള്ളത് അപ്പം മനസ്സിലാവും. ഇനി അടുത്ത വാക്യം 61. അതിനാൽ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞ ശേഷം ഈസാ നബിയുടെ കാര്യത്തിൽ ആരെങ്കിലും താങ്കളോട് തർക്കിച്ചാൽ അവരോട് പറയുക, വരിക, ഞങ്ങളുടെ സന്താനങ്ങളെയും നിങ്ങളുടെ സന്താനങ്ങളെയും ഞങ്ങളുടെ സ്ത്രീകളെയും നിങ്ങളുടെ സ്ത്രീകളെയും നമുക്ക് വിളിക്കാം, നമുക്കും നിങ്ങൾക്കും ഹാജരാവാം. എന്നിട്ട് നമ്മിൽ സത്യവാദികളാരോ അവരെ ശപിക്കുവാനായി അള്ളാഹുവിനോട് വിനയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാരാ പറഞ്ഞത്? ഇത് മുഹമ്മദ് പറഞ്ഞതാണെങ്കിൽ ഗത്യന്തരമില്ലാതെ മുഹമ്മദ് ഒരു ഉപായം കണ്ടെത്തി എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ വചനമാണെന്നാണ് പറയുന്നത്. അള്ളാഹു എന്തിനാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഈസാ നബിയെക്കുറിച്ച് തർക്കിക്കുമ്പോൾ, ഈസാ നബിയുടെ പിതാവ് അള്ളാഹു ആണോ അല്ലേ എന്ന കാര്യം തർക്കിക്കുമ്പോൾ ആ തർക്കം തീർപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടെ നിങ്ങളെ ഭാര്യമാരെയും കുട്ടികളൊക്കെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്നോട് അങ്ങോട്ട് ശാപപ്രാർത്ഥന നടത്തിക്കളി, അപ്പോൾ ഞാനവിടെ തീർപ്പാക്കി തരാമെന്ന് പറയേണ്ട എന്താവശ്യമാണ് ദൈവത്തിനുള്ളത്? ദൈവത്തിന് ഈ കാര്യം അവിടെ വെച്ചാണ് തീർപ്പാക്കിയാൽ പോരെ? ദൈവത്തിൻ്റെ കയ്യിൽ ഈ തർക്കം നടക്കുമ്പോൾ തന്നെ അത് തീർപ്പാക്കാൻ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് പറഞ്ഞ കാര്യങ്ങൾ മര്യാദക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഈ ആദം നബീൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് വഷളാവുന്നതിന് പകരം കാര്യം എന്താണെന്ന് അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. ഇനി അതൊന്നുമല്ല, ബോധ്യപ്പെടുത്തുന്ന പരിപാടിയെ മൂപ്പർക്ക് ഇല്ല എങ്കിൽ ഇനി അവരെ ശിക്ഷിക്കണമെന്നാണ് മൂപ്പര് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ക്രിസ്ത്യാനികളെ അപ്പോൾ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് ശിക്ഷിച്ചാൽ മതി. അതും ചെയ്യുന്നില്ല. എന്നിട്ട് നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ നിന്നിട്ട് എന്നോട് പ്രാർത്ഥിക്കും, ശാപപ്രാർത്ഥന നടത്തി, അപ്പോൾ ഞാൻ ശരിയാക്കി തരാം എന്ന് പറയേണ്ട വല്ല ഗതികേടും ഒരു ദൈവത്തിനുണ്ടാവുമോ? അപ്പോൾ ഇത് ദൈവം പറഞ്ഞതാണെങ്കിൽ ഇത് തനി വഷളത്തരാണ്. ഇത് മുഹമ്മദ് കണ്ടെത്തിയ ഒരു ഉപായമാണ്. തൽക്കാലം അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ക്രിസ്ത്യാനികളുമായിട്ട് ഉള്ള തർക്കത്തിൽ തോറ്റപ്പോൾ മുഹമ്മദ് അവരെ കൊഞ്ഞനം കുത്താൻ വേണ്ടി പറഞ്ഞ ഒരു ഉപായമാണ്. അവരിങ്ങനൊരു ശാപപ്രാർത്ഥനയ്ക്ക് വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട്, ഇപ്പോൾ നമ്മളെ ബാസിലും കൂട്ടരൊക്കെ കാട്ടിക്കൂട്ടുന്നതുമാതിരി തന്നെ അങ്ങനെ ഒരു സംവാദത്തിന് ക്രിസ്ത്യാനികൾ വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട്, ക്രിസ്ത്യാനികളുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെ ശാപപ്രാർത്ഥന പാടില്ല എന്ന കാര്യം മുഹമ്മദിന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം മുഹമ്മദ് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശാപപ്രാർത്ഥന മുബാഹല എന്ന് പറഞ്ഞൊരു ഉപാധി വെക്കുകയാണ് ക്രിസ്ത്യാനികളുടെ മുമ്പിൽ. എന്നിട്ട് ക്രിസ്ത്യാനികൾ ഞങ്ങളതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവരുടെ മുമ്പിൽ മുഹമ്മദ് ഓപ്ഷൻ വെക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് മുഹമ്മദ് മക്കയും മദീനയും അറേബ്യ മുഴുവൻ പിടിച്ചടക്കി മുഹമ്മദ് അവിടുത്തെ വലിയൊരു ഏകാധിപതിയായി വാഴുന്ന കാലത്താണ്. മുഹമ്മദ് മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. എല്ലാ അധികാരവും മുഹമ്മദിൻ്റെ കയ്യിലുള്ളപ്പോഴാണ്. ആ സമയത്താണ് ക്രിസ്ത്യാനികൾ വന്നിട്ട് മുഹമ്മദിനെ ആശയപരമായി മുട്ടുകുത്തിക്കുന്നത്. അത് ചിന്തിക്കുന്നവർക്ക് നല്ല ദൃഷ്ടാന്തമാണ്. എന്നിട്ട് മുഹമ്മദ് പിന്നെ അവസാനം അവരോട് പറയുന്നത് മുബാഹലക്ക് അവർ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് അവരുടെ മുമ്പിൽ വെക്കുന്ന ഉപാധിയാണ് ഈ കാണുന്നത്. ഇതാ കൂറ്റനാടിൻ്റെ തഫ്സീറിൽ എഴുതി വെച്ചിരിക്കുന്നു. മുബാഹലയല്ലാത്ത വല്ലതും നിർദ്ദേശിക്കാനുണ്ടോ എന്നായിരുന്നു അവരുടെ അടുത്ത ചോദ്യം. ക്രിസ്ത്യാനികൾ ഈ മുബാഹലയല്ലാത്ത വേറെന്തെങ്കിലും ഉണ്ടോ എന്നവർ ചോദിച്ചു. ഇസ്ലാം അല്ലെങ്കിൽ ജിസിയ, അതുമല്ലെങ്കിൽ യുദ്ധം, ഇതായിരുന്നു നബിയുടെ മറുപടി. ഒന്നുകിൽ നിങ്ങൾ ചാവാൻ തയ്യാറായിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ ജിസിയ എന്ന കപ്പം തന്നുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരുന്നോ, അതല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചോ. ഈ 3 ഓപ്ഷനേ നിങ്ങളുടെ മുമ്പിലുള്ളൂ എന്ന് മുഹമ്മദ് അവരുടെ മുമ്പിൽ
പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അവർ കപ്പം കൊടുക്കാൻ തീരുമാനമെടുത്തു. അപ്പോൾ അവർ ഞങ്ങൾ ജിസിയ തന്നവിടെ കൂടിക്കോളാം, എന്നാലും ഞങ്ങളിതൊന്നും വിശ്വസിക്കില്ല. കാരണം അവർക്കത് ബോധ്യപ്പെട്ടില്ല. അവർ ഈ ഖുർആനിൽ പറയുന്ന മാതിരി ധിക്കാരം കൊണ്ടോ അതല്ലെങ്കിൽ അക്രമം കൊണ്ടോ ഒന്നുമല്ല അവരവരുടെ വിശ്വാസം വിടാതിരുന്നത്. കാരണം അവർക്ക് അവരുടെ വിശ്വാസം ശരിയായിരുന്നു. മുഹമ്മദ് പറയുന്നത് സത്യമാണ് എന്നതിന് മുഹമ്മദിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് യാതൊരു തെളിവും കിട്ടിയില്ല. അവർക്കത് ബോധ്യപ്പെടാവുന്ന തരത്തിലുള്ള ഒരു തെളിവും മുഹമ്മദിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. മുഹമ്മദ് ചോദ്യങ്ങൾക്ക് മുമ്പിലെല്ലാം ബബ്ബബ അടിക്കുകയും മുട്ടുകുത്തുകയും മുട്ടുന്യായങ്ങൾ പറഞ്ഞ് പരിഹാസ്യനാവുകയും ചെയ്യുന്ന ദയനീയമായ ചിത്രമാണ് അവരുടെ മുമ്പിൽ സംഭവിച്ചത്. അതുകൊണ്ട് അവർ മുഹമ്മദിൻ്റെ വിശ്വാസം സ്വീകരിക്കാൻ നിവൃത്തിയില്ല, വേണമെങ്കിൽ ഞങ്ങൾ ജിസിയ തന്ന് നികുതി തന്ന് ഞങ്ങൾ കീഴടങ്ങിയൊരു മൂലക്കൽ ഇരുന്നോളാം എന്ന ഓപ്ഷൻ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങൾ നിങ്ങളുമായി മുബാഹലക്ക് ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ സ്വന്തം ദീനിൽ തന്നെ നിലനിന്നുകൊള്ളുക നബി, എങ്കിൽ നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കൂ. എന്നാൽ മുസ്ലിങ്ങൾക്കുണ്ടാകുന്ന ഗുണസൗഭാഗ്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്കും ഉണ്ടായിത്തീരും. പക്ഷേ അതിനും അവർ വിസമ്മതിക്കുകയാണുണ്ടായത്. നബി, എന്നാൽ നിങ്ങളെ ഞാൻ യുദ്ധത്തിനു ക്ഷണിക്കുകയാണ്. അവർ, ഇല്ല, അറബികളുമായി യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്കാവില്ല. പ്രത്യുത യുദ്ധം വേണ്ടെന്നും ക്രിസ്ത്യാനിസത്തിൽ നിന്നും ഞങ്ങളെ മാറ്റുകയില്ലെന്നുമുള്ള വ്യവസ്ഥയിൽ ഒരു സന്ധിയാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനു കപ്പമായി വർഷം തോറും 2000 ജോഡി വസ്ത്രം 1000 സഫറിലും 1000 റജബിലും ഞങ്ങൾ തന്നുകൊള്ളാം. കൂടാതെ ഇരുമ്പിൻ്റെ 30 പടയങ്കികളും. അങ്ങനെ ഈ വ്യവസ്ഥയിൽ നബി അവരുമായി കരാറിലേർപ്പെട്ടു. അങ്ങനെയാണ് നജ്റാനിലെ ക്രിസ്ത്യാനികളുടെ തർക്കം അവസാനിപ്പിച്ചു അവർ പോയത്. അവർ കപ്പം കൊടുത്ത് കീഴടങ്ങാമെന്ന് സമ്മതിച്ചിട്ടാണ് അവർ പോയത്. ആ ക്രിസ്ത്യാനികളെ പിന്നീട് ഉമറിൻ്റെ ഭരണകാലത്ത് അവിടുന്ന് ആട്ടി ഓടിച്ചു എന്നാണ് പറയുന്നത്. 62 നിശ്ചയമായും ഇതെല്ലാം യഥാർത്ഥ വാർത്തകളാണ്. അള്ളാഹു അല്ലാതെ വേറെ ഒരു ഇലാഹുമില്ല, അവൻ അജയ്യനും മഹാതന്ത്രജ്ഞനുമാകുന്നു. 63 എന്നിട്ടും അവർ പിന്മാറുകയാണെങ്കിൽ അത്തരം നാശകാരികളെ സംബന്ധിച്ച് നിശ്ചയമായും അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഭീഷണി മുഴക്കാണ്. ഈ ക്രിസ്ത്യാനികൾ പോയതിന് ശേഷം സ്വന്തം അനുയായികളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ ഭീഷണി മുഴക്കുന്നതാണ് ഇനി നമ്മൾ കാണുന്നത്. 64 പറയുക, വേദക്കാരെ, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സമമായി സ്ഥിതി ചെയ്യുന്ന ഒരു തത്വത്തിലേക്ക് നിങ്ങൾ വരൂ. അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും നാം ഇബാദത്ത് ചെയ്യരുത്. യാതൊരു വസ്തുവിനെയും അവനോട് നാം പങ്കുചേർക്കുകയോ നമ്മിൽ ചിലർ മറ്റു ചിലരെ അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കി വെക്കുകയോ അരുത്. എന്നിട്ടും അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ അവരോട് പറയുക, നിശ്ചയമായും ഞങ്ങൾ അള്ളാഹുവിന് പൂർണ്ണമായി കീഴടങ്ങി ജീവിക്കുന്നവരാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുക. ഇതൊക്കെ സ്വന്തം അനുയായികളിൽ ആശയക്കുഴപ്പമുണ്ടായ സമയത്ത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് മുഹമ്മദ് പറയുന്ന ഞൊണ്ടി ന്യായങ്ങൾ മാത്രമാണ്. ഇനി ഈ വാക്യത്തിൽ ഇപ്പോൾ വായിച്ച വാക്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കൂറ്റനാട് മുസ്ലിയാർ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിക്കാം. ഇസ്ലാമിൻ്റെ പൊള്ളത്തരം വ്യക്തമാക്കുന്ന കുറേ പോയിൻ്റുകൾ അതിലുണ്ട്, അതുകൊണ്ടാണ് വായിക്കുന്നത്. ഈ വാക്യവും ഖുർആനിലെ 9:31 അവർ തങ്ങളുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിനെ വിട്ട് റബ്ബുകളാക്കി പൊക്കിക്കാണിച്ചുകൊണ്ട് മദ്ഹബിൻ്റെ ഇമാമുകളെയും അവരെ തക്ലീദ് ചെയ്ത അനുകരിച്ചവരെയും ചിലർ ആക്ഷേപിക്കാറുണ്ട്. അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കിയെന്നും അവൻ ഹലാലാക്കിയതിനെ ഹറാമാക്കിയെന്നുമാണ് ഇമാമുകളെക്കുറിച്ചുള്ള ആക്ഷേപം. അതായത് ഇവിടെ അള്ളാഹു അല്ലാതെ വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല, ഇബാദത്ത് ചെയ്യാൻ പാടില്ല, പങ്കുചേർക്കാൻ പാടില്ല, നമ്മളിൽ ചിലർ മറ്റു ചിലരെ അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കി വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് എടുത്തുകൊണ്ട് മദ്ഹബിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഭിന്നിപ്പുകളെക്കുറിച്ച് വിമർശിക്കുന്ന ചില ആളുകളുണ്ട്, പുരോഗമനക്കാരായി വന്ന് നടിച്ചുകൊണ്ട്. അവർക്കുള്ള മറുപടിയാണ് ഇവിടെ കൂറ്റനാട് മുസ്ലിയാർ പറയുന്നത്. അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കിയെന്നും അവൻ ഹലാലാക്കിയതിനെ ഹറാമാക്കിയെന്നുമാണ് ഇമാമുകളെക്കുറിച്ചുള്ള ആക്ഷേപം. അവരെ അനുകരിച്ചുകൊണ്ട് അവരെ റബ്ബുകളാക്കി എന്നാണ് മറ്റുള്ളവരുടെ പേരിലുള്ള ആരോപണം. വാസ്തവത്തിൽ മദ്ഹബിൻ്റെ ഇമാമുകൾ ആരും തന്നെ അള്ളാഹു ഹറാമാണെന്ന് വ്യക്തമാക്കിയതിനെ ഹലാലാക്കുകയോ മറിച്ചോ ചെയ്തിട്ടില്ല. എന്നാൽ ഖുർആനിലോ സുന്നത്തിലോ ഹറാമെന്നോ ഹലാലെന്നോ വ്യക്തമാക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളുടെ വിധി കണ്ടുപിടിക്കുവാൻ ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ അവർ പരിശ്രമം ചെയ്യുകയും അങ്ങനെ കൂടുതൽ ശരിയായത് എന്ന് തങ്ങളുടെ ഹൃദയത്തിൽ ബോധ്യമായത് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മതപരമായ ഒരു വലിയ കർത്തവ്യം നിർവഹിക്കുകയാണ് ഇതുമൂലം അവർ ചെയ്തിട്ടുള്ളത്. ഇതിന് അവർക്ക് അള്ളാഹു തക്ക പ്രതിഫലവും കൊടുക്കും. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. നമ്മുടെ സാധാരണ സുന്നി ഇസ്ലാം ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി എന്ന് പറഞ്ഞ 4 മദ്ഹബുകളാണ് ലോകത്തെല്ലായിടത്തും പിന്തുടരുന്നത്. ഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഓരോരോ ഇമാമുമാർ
ഈ ഖുർആനും ഹദീസും ഒക്കെ പഠിച്ചിട്ട് പല വിഷയങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞവരാണ്. അപ്പോൾ മുസ്ലിങ്ങൾ ഇതിലേതെങ്കിലും ഒരു ഇമാമിനെ പിൻപറ്റിയിട്ട് ആ ഇമാമ് പറഞ്ഞ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കി വിശ്വസിച്ചും അനുസരിച്ചും പോരുന്നത്. അപ്പോൾ ഒരു മദ്ഹബിൽ പറയുന്നതല്ല വേറൊരു മദ്ഹബിൽ ചില കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് വ്യത്യസ്തമാണ്. അതിനുള്ള ന്യായീകരണമാണ് ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞത്. ഖുർആനിലോ ഹദീസിലോ വ്യക്തമാക്കിയിട്ടില്ലാത്ത, ഹലാലെന്നോ ഹറാമെന്നോ വ്യക്തമാക്കിയിട്ടില്ലാത്ത കാര്യങ്ങളിലാണ് മദ്ഹബ് പണ്ഡിതന്മാർ സ്വന്തം ബുദ്ധിക്ക് ശരിയെന്ന് തോന്നിയ രീതിയിൽ വ്യാഖ്യാനിച്ച് തീർപ്പുണ്ടാക്കിയിട്ടുള്ളത്. മദ്ഹബ് പണ്ഡിതന് ശരിയും തോന്നിയതുകൊണ്ടാണ് മദ്ഹബ് പണ്ഡിതൻ അങ്ങനെ എഴുതി വെച്ചത്. അത് 4 മദ്ഹബിലുള്ള പണ്ഡിതന്മാർ 4 രീതിയിലാണ് എഴുതി വെച്ചത്. ഒരു കൂട്ടർക്ക് ശരിയുള്ളത് ഒരു കൂട്ടർക്ക് തെറ്റാണ്, മറ്റേ കൂട്ടർക്ക് തെറ്റുള്ളത് ഇവർക്ക് ശരിയാണ്. അങ്ങനെയുള്ള മദ്ഹബുകളായിട്ട് അള്ളാഹുവിൻ്റെ ഒരു മതം ഓരോ കാര്യത്തിലും വ്യത്യസ്തമായിട്ടുള്ള തീർപ്പുകൾ കൽപ്പിക്കുന്നത് ഈ പറഞ്ഞ ഖുർആൻ വാക്യത്തിനെതിരാണ് എന്ന വാദം ഈ മദ്ഹബ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനെയാണ് ഇവിടെ ഈ ഹദീസൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിയാർ കുറ്റപ്പെടുത്തുന്നത്. ഇവിടെ മുസ്ലിയാർ പറയുന്ന ഒരു കാര്യം, അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുകയോ അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുകയോ അല്ല മദ്ഹബ് പണ്ഡിതന്മാർ അല്ലെങ്കിൽ മദ്ഹബ് ഇമാമുകൾ ചെയ്തിട്ടുള്ളത്. മറിച്ച് അള്ളാഹു ഇടപെടാത്ത വിഷയങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഹറാമോ ഹലാലോ എന്നറിയാതെ മുസ്ലിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ബുദ്ധിമുട്ടിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മദ്ഹബ് ഇമാമുകൾ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ടും മറ്റ് സമാനമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടും അവർക്ക് ബുദ്ധിക്ക് ശരിയെന്ന് തോന്നിയത് പറഞ്ഞതാണ് മദ്ഹബുകൾ എന്നാണ്. അപ്പോൾ നാല് ഇമാമുകൾ 4 മദ്ഹബ് ഉണ്ടാക്കിയപ്പോൾ 4 കൂട്ടർക്കും 4 രീതിയിലാണ് തോന്നിയത്. ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഖുർആനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു വലിയ അവകാശവാദമാണ് ഇവിടെ പൊളിയുന്നത്. സമ്പൂർണ്ണമാണ് ഇസ്ലാം, ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള സമ്പൂർണ്ണ വ്യവസ്ഥയാണ് ഇസ്ലാം, സമ്പൂർണ്ണ നിയമസംഹിതയാണ് ഇസ്ലാം എന്നാണ് പറയുന്നത്. ആ സമ്പൂർണ്ണ നിയമവ്യവസ്ഥയിൽ അള്ളാഹു പറയാൻ വിട്ടുപോയ കാര്യങ്ങളും നബി വിശദീകരിക്കാൻ വിട്ടുപോയ കാര്യങ്ങളും പിന്നീട് വന്ന മദ്ഹബ് പണ്ഡിതന്മാർ ഇമാമുകൾ പരിഹരിച്ച് അവരുടെ അഭിപ്രായം പറഞ്ഞു വെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണത അവിടെ പൊളിഞ്ഞില്ലേ? ഇവിടെ ഓരോ മദ്ഹബ് ഇമാമിനും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഓരോ വിഷയത്തിലും ഉള്ളതെങ്കിൽ അവിടെ തന്നെ മതം പൊളിഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം. എവിടെയാണ് പിന്നെ സമ്പൂർണ്ണം? എവിടെയാണ് പിന്നെ ഇതിന് ദൈവികത അവകാശപ്പെടാൻ കഴിയുക? ഇനി നോക്കൂ, ഹറാമെന്നോ ഹലാലെന്നോ വ്യക്തമല്ലാത്ത പല കാര്യങ്ങളും ഉണ്ടെന്നും അവ ഏതു ഇനത്തിൽപ്പെട്ടതാണ് എന്നും മിക്ക ആളുകളും അറിയുകയില്ലെന്നും നബി പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ഹറാമെന്നോ ഹലാലെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എന്നും അത് ആളുകൾക്ക് മനസ്സിലാവില്ല എന്നും നബി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പോലെ. പിന്നെ എന്തിനാണ് അള്ളാഹു നബീനെ പറഞ്ഞയച്ചത്? ഹറാമും ഹലാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാനല്ലേ നബിമാരെ പറഞ്ഞയച്ചത്. 1 ലക്ഷത്തിൽ ചില്ലാൻ നബിമാരെ പറഞ്ഞയച്ചിട്ട് ഒടുക്കത്തെ കിതാബും കൊണ്ട് ഒടുക്കത്തെ നബീനെ പറഞ്ഞയച്ചത് കൃത്യമായിട്ട് ഏതൊക്കെയാണ് ഹറാമ് ഏതൊക്കെ ഹലാൽ എന്ന് പഠിപ്പിക്കാനല്ലേ. എന്നിട്ട് അത് അള്ളാഹ് പഠിപ്പിക്കാത്തതും നബി പറയാത്തതും കുറേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകാനാണോ നബിയെ അള്ളാഹു നിയോഗിച്ചത്? പിന്നെ എവിടെയാണ് ഇസ്ലാമിൻ്റെ പൂർണ്ണത, ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണത എവിടെയാണ്? ആ ചിലർ മുജ്തഹിദുകളായ ഇമാമുകളല്ലാതെ മറ്റാരാണ്? ആയത്തുകളും ഹദീസുകളും അറിയാത്തവരും അതിൽ നിന്ന് മതവിധികൾ കണ്ടുപിടിക്കാൻ കഴിയാത്തവരും ഇമാമുകൾ പറഞ്ഞത് സ്വീകരിക്കുകയല്ലാതെ മതം തന്നെ വേണ്ട എന്ന് വെക്കുകയാണോ വേണ്ടത്? വേണ്ടിവരുമല്ലോ. കാരണം മതത്തിൽ ആധുനിക കാലത്ത് മനുഷ്യന് ആവശ്യമുള്ള ഒരു ഹലാലും ഹറാമും പറഞ്ഞിട്ടില്ല എങ്കിൽ, കുറേ കാലഹരണപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു വെച്ചിട്ടുള്ളെങ്കിൽ ഈ മതത്തെ വേണ്ടാന്ന് വെക്കുക തന്നെയാണ് വേണ്ടത്. കാരണം ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലത്ത് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും കാലഘട്ടത്തിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ മൂല്യങ്ങളുമായിട്ടൊന്നും ഒരു പൊരുത്തവുമില്ലാത്ത ഗോത്രകാലത്തുള്ള കുറേ സാധനങ്ങൾ എഴുതി വയ്ക്കുകയും മനുഷ്യർക്ക് ആവശ്യമുള്ള ഒരു കാര്യവും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പിന്നെ ഈ മതം സമ്പൂർണ്ണമാണ്, ഒടുക്കത്തതാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ലാന്ന് മാത്രമല്ല ഈ മതം കൊണ്ട് തന്നെ മനുഷ്യനൊരു പ്രയോജനമില്ല എന്നാണ് അത് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് മതം വേണ്ടാന്ന് തന്നെയാണ് നല്ലത്. അറിവില്ലാത്തവർ അറിവുള്ളവരോട് ചോദിച്ച് നടക്കണമെന്നാണ് ഖുർആൻ 21:7 മറ്റും നിർദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു നിർദ്ദേശിച്ച മതവിധികളിൽ കൈകടത്തിയ ജൂത ക്രിസ്തീയ പുരോഹിതന്മാരോട് മദ്ഹബിൻ്റെ ഇമാമുകളെ സാമ്യപ്പെടുത്തുന്നത് കടുത്ത അവിവേകമാണ്. അവരെ അനുകരിക്കുന്നവർ അവരെ റബ്ബുകളാക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയൽ കടുത്ത അജ്ഞതയും അത്രേ. മാത്രമല്ല ഇത്തരം ആളുകൾ ബഹുജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇമാമുകളെ പിന്തുടരുന്നത് ഗുരുതരമായ കാര്യമാണെന്നും പ്രസംഗിച്ചും എഴുതിയും നടക്കുന്ന ഇവർ പിന്നെ വല്ല ബദൽ സംവിധാനവും ജനസമക്ഷം സമർപ്പിക്കുന്നുണ്ടോ?
അതല്ലെങ്കിൽ എല്ലാ മുസ്ലിങ്ങൾക്കും അവരിൽ തുച്ഛമായ ശതമാനത്തിനെങ്കിലും ഖുർആനിലും ഹദീസിലും നിന്ന് കാര്യങ്ങൾ നേർക്കുനേരെ ഗ്രഹിക്കാൻ കഴിയുമെന്ന് ഇവർക്ക് വിശ്വാസമുണ്ടോ? അതുമില്ല. പിന്നെയോ പണ്ഡിത മഹാരഥന്മാരും സർവാംഗീകൃതരും ഇമാമുമാരുമായ ഷാഫി, ഹനീഫ, ഇബ്നു ഹംബൽ, മാലിക് എന്നിവരെ കൈവടിഞ്ഞ് തങ്ങൾ പറയുന്നത് അനുസരിക്കണമെന്നും തങ്ങളെ തക്ലീദ് ചെയ്യണമെന്നുമല്ലേ ഇവരുടെ ജൽപ്പനത്തിൻ്റെ അർത്ഥം? അസൂയയും അജ്ഞതയും ഒക്കെ മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ കോലം കെട്ടിക്കും. ഇവിടെ ഇസ്ലാമിൻ്റെ പൊള്ളത്തരമാണ് ഈ മുസ്ലിയാരുടെ ഈ വിശദീകരണത്തിലൂടെ പുറത്തു വരുന്നത്. ഇസ്ലാം സമ്പൂർണ്ണമാണ് എന്നും ലോകാവസാനം വരേക്കുള്ളതാണെന്ന് അവകാശപ്പെടുമ്പോൾ നബി ഹലാലോ ആന്നും ഹറാമെന്നും വിശദീകരിച്ചിട്ടില്ലാത്ത, അള്ളാഹു ഹലാലും ഹറാമും പറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് വിഷയങ്ങളുണ്ടെന്നും ആ വിഷയങ്ങളൊന്നും ഖുർആനും ഹദീസും നോക്കിയിട്ട് മനുഷ്യന്മാർക്കാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല എന്നും അതുകൊണ്ട് അതൊക്കെ കുറേ പണ്ഡിതന്മാർ മനസ്സിലാക്കി വെച്ചിട്ട് ഓര് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നും അതിൽ തന്നെ പണ്ഡിതന്മാരൊക്കെ വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളതെന്നും നമ്മൾ ഏതെങ്കിലും ഒരു പണ്ഡിതനെ അനുകരിച്ചാൽ മതി എന്നും ഒക്കെ പറഞ്ഞാൽ പിന്നെ ഈ മതത്തിൻ്റെ ആപ്പീസ് കൂട്ടിയതല്ലാതെ വേറെ എന്താണ് അതിനർത്ഥമുള്ളത്? ഈ മതം കൊണ്ട് മനുഷ്യർക്ക് ഈ കാലത്തൊരു പ്രയോജനമില്ല എന്നാണ് ഈ മുസ്ലിയാർ തന്നെ ഇവിടെ പറയാതെ പറയുന്നത്. ഇനി അടുത്ത വാക്യത്തിൽ ഇബ്രാഹിം നബിയെക്കുറിച്ച് ഈ 3 കൂട്ടരും കൂടെ ഞമ്മൻ്റെ ആളാ എന്ന് പറഞ്ഞിട്ട് തർക്കിക്കുന്ന കോമഡിയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം.